തിരുവനന്തപുരത്ത് നിന്ന് നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരി മകളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതമാവുകയാണ്. കുട്ടിയുടെ മൊഴി ഇന്നിപ്പോൾ രേഖപ്പെടുത്തും അല്പസമയത്തിനുള്ളിൽ. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് DCP നിധിൻ രാജ് പരിശോധന നടത്തി. ഫോറൻസിക് സംഘം സ്ഥലം ഇപ്പോൾ പരിശോധിക്കുകയാണ്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു ജയപ്രകാശ്, ഈ കുട്ടിയെ കണ്ടെത്തിയ ഓവുചാലിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു. എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ഒരു സൂചനയുടെ തരിമ്പെങ്കിലും? അരുൺ, നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പേട്ടയിലെ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നിലെ പ്രതിയിലേക്ക് പോലീസ് അടുക്കുകയാണ്. നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതായത് ഇപ്പോൾ കുട്ടിയെ കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ച സ്ഥലത്ത്, അതായത് ബ്രഹ്മോസിന്റെ അടുത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ഈ ഓടയിൽ ഇപ്പോൾ ഫോറൻസിക് സംഘവും ഒപ്പം DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ACP കഴക്കൂട്ടം ACPയുടെ അടക്കം നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഏകദേശം 1.5 മീറ്റർ ആഴമുള്ള ഓടയിലാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയെ ഇതിന് തൊട്ടടുത്ത് ഇന്നലെ ഈ ഡോഗ് സ്ക്വാഡിലെ നായ ഓടിപ്പോയത് തൊട്ടടുത്തുള്ള ഒരു കുളിപ്പുര അടക്കം, അതായത് ഈ നാടോടി സംഘങ്ങൾ കുളിക്കുകയും അലക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട്. ഏകദേശം 50 മീറ്റർ അകലെയാണ് ആ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ഈ പ്രതി കുട്ടിയെ ഇവിടെ ഉപേക്ഷിക്കാൻ എത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ അതായത് ഏകദേശം 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് കുട്ടിയെ കാണാതായത് എന്ന പരാതിയുമായിട്ടാണ് രക്ഷിതാക്കൾ എത്തിയത്. എന്നാൽ 9 മണിയോടുകൂടി തന്നെ തങ്ങൾ ഉറങ്ങാൻ കിടന്നു എന്നടക്കം ഇന്നലെ രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എപ്പോഴാണ് 12:30 ആണോ കൃത്യമായിട്ട് കാണാതായത് എന്നടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഇന്നലെ പരിശോധന പുലർച്ചയോട് തന്നെ പോലീസ് ഊർജിതമാക്കി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഒരു പക്ഷേ ദൃശ്യങ്ങളിലേക്ക് കാണാൻ സാധിക്കും, ഇതിന് തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കുണ്ട്. ഏകദേശം 300 മീറ്റർ അകലെയായിട്ടാണ് ഈ ഓടയടക്കം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു അമ്പലം കാണുന്നുണ്ട്. ഈ പരിസരങ്ങളിലൊക്കെ ആളുകൾ വരുന്നതും പോകുന്നതുമൊക്കെയാണ്. അവിടെ ആൾപ്പെരുമാറ്റമുള്ള സമയം തന്നെയാണ്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു 6 മണിക്ക് ശേഷം ആയിരിക്കാം ഇത്തരത്തിൽ കുട്ടി ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക എന്നൊരു സംശയം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനുകൾ ഉൾപ്പെടെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്നതിന് കാരണം കുട്ടിയുടെ കരച്ചിലോ ഇതൊന്നും ആളുകൾ ശ്രദ്ധിച്ച് കാണില്ല എന്നടക്കമാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്ക ഭാഗത്ത് നിന്നാണെന്നുള്ള സൂചന കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് ഈ അറപ്പുര വിളകത്ത് നിന്ന് ചാക്ക ITI ഭാഗത്ത്, അവിടെ ഇതിന് തൊട്ടടുത്തൊരു ITI കോളനി ഉണ്ട്. ആ ഭാഗത്ത് നിന്ന് മുഴുവൻ CCTV ദൃശ്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഏകദേശം 10 മിനിറ്റോടുകൂടി ഇവിടെ ഏകദേശം 10 മിനിറ്റോളം ആയി ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു. എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളടക്കം പോലീസിന്റെ പക്കൽ ലഭിച്ചതിനാൽ ഇനി അന്വേഷണം വളരെ ഊർജിതമായിട്ട് തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ എന്തായാലും നിർണായകമായിട്ടുള്ള പോലീസിന്റെ ഡ്രോൺ പറത്തൽ അത് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് ഒരു തുമ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ആളിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി പോലീസിന് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ സൂചന കിട്ടിയെന്ന് പറയുമ്പോൾ പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ? ഇല്ല അരുൺ, അതായത് ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ അതിൽ കുട്ടിയുമായി ഒരാൾ കടന്നു പോകുന്ന ഒരു ദൃശ്യം അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തൊട്ടടുത്തുള്ള ഇവർ അലക്കുവാനും കുളിക്കുവാനും ഒക്കെ എത്തുന്ന ഒരു ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് കൊടുക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവരുന്നയാളുടേതാണ് എന്നാണോ പോലീസ് പറയുന്നത്? ആ ദൃശ്യങ്ങൾ കാണുന്നയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ആ ദൃശ്യങ്ങൾ കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ആളുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അഞ്ജു? നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകാൻ ശ്രമിക്കുന്നത്. അരുൺ പറഞ്ഞോളൂ.
അരുൺ, അതിൽ കുട്ടിയെ തോളിൽ കിടത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു CCTV ദൃശ്യം ഇപ്പോൾ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ ഭാഗത്തേക്ക്, അതായത് അറപ്പുര വിളകത്ത് നിന്ന് ചാക്ക ITI ഭാഗത്തേക്ക് എത്തിയതിൻ്റെ പല CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും മതിലിന് പുറത്തുകൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ലല്ലോ അല്ലേ അഞ്ജു? ഇല്ല അരുൺ, അതൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതിൽ പോലീസ് വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് പല ദൃശ്യങ്ങളിലേക്കും പോലീസ് നിർണായക ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നിർണായകമായത് പോലീസിന്റെ ഡ്രോൺ പറത്തലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് പോലീസ് അത്തരത്തിലുള്ളൊരു ഡ്രോൺ പറത്താൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ 7:20 തന്നെയാണ് പോലീസ് ഇവിടെ കുട്ടിയുണ്ട് എന്നുള്ള സ്ഥിരീകരണം നടത്തുന്നത്. അതിനുശേഷമാണ് കുട്ടിയെ മണ്ണന്തല പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കുട്ടിയെ കണ്ടെത്തുന്ന അടക്കം സാഹചര്യമുണ്ടായത്. ഇനിയിപ്പോൾ ഈ നിലവിൽ കിട്ടിയിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇനി പരിശോധിക്കാനുള്ളത്. എവിടെ നിന്ന്, എങ്ങനെ, ആര് എന്നുള്ള ഒക്കെ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്ത, അത് കുഞ്ഞിന് യാതൊന്നും സംഭവിക്കാതെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പകൽ വെളിച്ചത്തിലാണ് ഈ കുഞ്ഞുമായി ഇയാൾ അല്ലെങ്കിൽ ഇവർ ഈ ചാക്ക ഭാഗത്ത് നിന്നും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ഓവുചാലിന്റെ ഭാഗത്തേക്ക് വരുന്നത്. ഇരുൾ വരുന്നതിന് മുൻപ് തന്നെ ഇയാൾ അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിക്കാനായിട്ട് എത്തിയിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ജു? അതെ അരുൺ, അതായത് ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ച് അവർ പോയി കാണണം എന്നതാണ് പോലീസിന്റെ നിഗമനമുള്ളത്. അത് അത്തരത്തിലേക്കാണ് അന്വേഷണവും ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ അത് കേസന്വേഷണത്തിൽ ഇവരെത്തിയിട്ടുണ്ടാവുക. ആ മൈത്രി നഗറിലൂടെ അവരെത്തുമ്പോൾ ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞുള്ള സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 മണി കഴിഞ്ഞ് അതിനകത്ത് ഓരോരുത്തർ ടൈം കോഡ് കാണുന്നുണ്ട്. 5:15 എന്നാണ് ആ ടൈം കോഡ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7:15 ഈ കുട്ടിയെ കിട്ടുന്നത്. അതിനും 2 മണിക്കൂർ മുമ്പ് തന്നെ കുട്ടിയെ ഓവുചാലിൽ ഇട്ടിട്ടുണ്ടാവണം. ആ ചാക്ക ഭാഗത്തു നിന്നാണ് വരുന്നത് പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമല്ല. ആ മതിലിന് ഉയരമുള്ളത് കൊണ്ട് നമുക്ക് അത് തിരിച്ചറിയാനും സാധിക്കുന്നില്ല.